ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പാർവതിയുടെ മുറിയിലേക്ക് വന്ന് പാർവതിയുടെ സാരി എടുത്തതിന് ശേഷം ജാസ്മിൻ പാർവതിയോട് പറയുന്നു, ഈ സാരി എൻ്റെ ടെറസിൻ്റെ മുകളിൽ കിടന്ന് കിട്ടിയതാണ്. ഇത് നിനക്ക് തരാൻ ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ സാരിയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഈ സാരി വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സാരി ഞാൻ എടുത്ത് ഉടുക്കുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നി, ഗായത്രി അമ്മയുടെ മുന്നിൽ വിളക്ക് തെളിയിക്കാൻ. ഞാൻ വിളക്ക് തെളിയിക്കാനായി ആ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ചെന്നു. ഞാൻ വിളക്ക് തെളിയിച്ചു. ഗായത്രി ആൻറ്റിയുടെ ആത്മാവിനെ നിത്യശാന്തി വരാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താണെന്നറിയില്ല, വിശാൽ ഇവിടെ എത്തി. പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്ന ഞാൻ വിശാലിനെ കണ്ടതേയില്ല. വിശാൽ ഇങ്ങോട്ട് വന്ന് എന്നെ കെട്ടിയൊരു പിടുത്തം. എൻ്റെ പൊന്ന് പാർവതി, ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ പിന്നെ ചുറ്റിലുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്തൊരു കരുത്തായിരുന്നു എന്നറിയൂ ആ പിടുത്തത്തിന്. എന്നൊക്കെ ഇങ്ങനെ ഒരു ഫീലോടെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഇത് കേട്ട് നിൽക്കുകയാണ് പാർവതി. എല്ലാം മറന്ന് വിശാലിൻ്റെ നെഞ്ചോട് ചേർന്ന് ഞാനും അങ്ങ് നിന്നത് പോയി. പാർവതിയുടെ സാരി എടുത്ത് നിന്നപ്പോൾ പാർവതിയാണെന്ന് കരുതിയാണ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതൊന്നും അല്ല മോളെ. ഇത് കേട്ട് പാർവതി ദേഷ്യത്തോടെ പറയുന്നു, എടി, ഇതൊക്കെ നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? വിശാൽ സാറിനെ പാട്ടിലാക്കാൻ വേണ്ടി നീ നടത്തിയ ഒരു അഭ്യാസം. പക്ഷേ ജാസ്മിൻ, നിന്റെ ഈ പ്രകടനത്തിൽ നിന്നും വിശാൽ സാർ വീഴാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, അതെ, വിശാൽ സാർ അങ്ങനെ ഒരാളല്ല. അത് കുറച്ച് മുന്നേ ഞാൻ കണ്ടതല്ലേ ഉള്ളൂ. കടലിൽ ഉപ്പുണ്ടോ എന്നറിയാൻ കടൽ വെള്ളം മുഴുവനും കുടിച്ച് വറ്റിക്കണമെന്നില്ല പാർവതി. ഇന്ന് വിശാൽ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. നാളെ അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. നിനക്ക് അത് കാണാം. പാർവതി വീണ്ടും പറയുന്നു, ജാസ്മിൻ, നീ വിചാരിച്ചാൽ പിടിച്ച് കുലുക്കാൻ പറ്റുന്ന മനസ്സല്ല എൻ്റെ വിശാൽ സാറിൻ്റേത്. ആ മനസ്സ് പരിശുദ്ധമാണ്. അതുകൊണ്ട് നിന്റെ ഈ മയക്ക് വിദ്യയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. നമുക്ക് നോക്കാം വിശാൽ ശ്രീരാമചന്ദ്രനാണോ കൃഷ്ണനാണോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആ സാരി വലിച്ചെറിഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോയി. ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി. തുടർന്ന് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു. പ്രതാപ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇവർ രണ്ടുപേരും, പാർവതിയും ഗാർഗിയും, ഒരു നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതിലൊരു കാര്യമില്ലേ? എടാ, എനിക്കൊരു സംശയം. അത് എൻ്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോയുടെ നെഗറ്റീവാണോ എന്നെനിക്കൊരു സംശയം. എടാ, പാർവതിയുടെ സംസാരത്തിൽ അവൾ മാജിക് ബോക്സിനെ കുറിച്ച് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാനത് വ്യക്തമായിട്ട് കേട്ടില്ല. ഇനി മാജിക് ബോക്സിൽ നിന്നാണ് അവൾക്കത് കിട്ടിയെങ്കിൽ മിക്കവാറും അത് എൻ്റെ വിവാഹ ഫോട്ടോയുടെ നെഗറ്റീവ് ആവാൻ തന്നെയാണ് ചാൻസ്. എടാ, ആ മാജിക് ബോക്സിൽ ഗായത്രി ദേവി എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അവൾ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾ അതിൽ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ശരി, ആ നെഗറ്റീവ് അവൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അതിനിപ്പോൾ എന്താ? ആ നെഗറ്റീവ് എന്ന് ഇപ്പോൾ അവൾക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിച്ചില്ലല്ലോ. ഇനി അത് എടുക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എടാ, ആ നെഗറ്റീവ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പാർവതിയുടെ കയ്യിലല്ലേ? അവളത് കൈ വെച്ചിട്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ നെഗറ്റീവ് വെച്ച് അവൾ എന്ത് ചെയ്യാനേ ചേച്ചി എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എടാ, അവളെ അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അവളെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും. ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ അവൾ അവിടെ പോയി തേടി പിടിച്ച് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്ത് വേണമെന്നാ ചേച്ചി പറയുന്നത് എന്ന് പ്രതാപൻ വീണ്ടും ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, പ്രതാപ, ആ നെഗറ്റീവിൽ എന്താണെന്ന് നമുക്കറിയില്ല. അത് ചിലപ്പോൾ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ അതിൽ എന്നെ താലി കിടുന്ന ശേഖരമേനോൻ ഉണ്ടാവില്ലേ? നെഗറ്റീവിൽ നിന്ന് പ്രിൻ്റ് എടുത്താൽ എന്നെ വിവാഹം കഴിച്ചത് ശേഖരമേനോനാണെന്ന് അവൾക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പെടില്ലേ? ആ ഫോട്ടോ അവൾ വിശാലിനെയും ഇവിടെയുള്ളവരെയും കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് ശരിയാണ്. ആ ഫോട്ടോ പാർവതിയുടെ കയ്യിൽ കിട്ടിയാൽ അത് നമുക്കെതിരെയുള്ള വലിയൊരു തെളിവായിരിക്കുമെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാരണം നിനക്ക് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് പാർവതിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ അത് കിട്ടിയിരിക്കണം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വീണ്ടും സംശയം പ്രതാപന്. അവളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന നെഗറ്റീവ് നമ്മൾ എങ്ങനെ എടുക്കുമെന്ന്. എടാ, അവൾ ആ വിശാലിൻ്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിക്കാനാണ് സാധ്യത. നീ അതെവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തണം. എന്നിട്ട് അത് അവിടെ നിന്ന് പൊക്കാൻ നോക്കണം. എടാ, അധികം വൈകാൻ പാടില്ല. വൈകുന്തോറും നമുക്കത് ആപത്താണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ അത് എടുത്തിട്ട് വരണമെന്ന് പ്രഭാവതി. ഇപ്പോൾ അത് എടുത്തിട്ട് വരണം എന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമാണ്. മിക്കവാറും ആ വിശാലും പാർവതിയും ആ മുറിയിൽ തന്നെ കാണും. അവരവിടെ നിന്ന് മാറിയിലല്ലേ എടുക്കാൻ പറ്റൂ. ഇനി അവരവിടെ ഇല്ല എന്ന് കരുതിക്കോ. എന്നാലും അത്ര പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല. പാർവതി അത് ഭദ്രമായി ഒളിപ്പിച്ച് വെച്ചിരിക്കും. അതുകൊണ്ട് ആ നെഗറ്റീവ് പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി തിരയേണ്ടി വരും, സമയമെടുക്കും എന്നൊക്കെ പ്രതാപൻ. ശരി, പാർവതിയും വിശാലിനെയും അവിടെ നിന്ന് മാറ്റണം. അവരുടെ ശ്രദ്ധ ആ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്, പറയാം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പ്രഭാവതി പ്രതാപനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും ഇവിടെ നിന്നും ഒഴിവാക്കിയാൽ നെഗറ്റീവ് ഏത് പാതാളത്തിലായാലും ഞാൻ കൊണ്ടുവരാമെന്ന് പ്രതാപൻ ഇതെല്ലാം കേട്ടതിന് ശേഷം പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപനെ പ്രഭാവതി പറഞ്ഞു വിടുന്നു. ഈ സമയം പാർവതി മുറിയിൽ നിന്നും ആലോചിക്കുകയാണ്, ആ നെഗറ്റീവിലെ പ്രിൻ്റ് എങ്ങനെ എടുക്കും? ആ നെഗറ്റീവിൽ എന്തായിരിക്കും?
എന്താ ചെയ്യുക എന്നിങ്ങനെ ഈ പാർവതി ആലോചിച്ച് നിന്ന സമയം വിശാൽ അവിടേക്ക് വരുന്നുണ്ട്. നീ എന്താ പാർവതി ഇവിടെ ചിന്തിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല സാറിന് ചായയോ കാപ്പിയോ വല്ലതും എടുക്കട്ടെ എന്ന് പാർവതി. വാ നമുക്ക് സിനിമ കാണാമെന്ന് വിശാൽ. സിനിമയോ എന്ന് അന്തം വിട്ട് ചോദിക്കുകയാണ് പാർവതി. എന്താണോ സിനിമ താൻ ആദ്യമായിട്ടാണോ കാണുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നത്? എന്നാൽ അതിനുള്ള നേരം എനിക്കിപ്പോൾ ഇല്ല വിശാൽ സാർ. ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോയാണ് സിനിമ കാണുന്നതെന്ന് തന്നോട് ആര് പറഞ്ഞു എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, അപ്പോൾ തിയേറ്ററിൽ പോയിട്ടല്ലേ സിനിമ കാണുന്നത്? അല്ല, ഇവിടെ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നാണ് കാണുന്നത് എന്ന് വിശാൽ. അതിലും സിനിമയുണ്ടോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. അതിനും സിനിമ കാണാൻ സാധിക്കുമെന്ന് വിശാൽ. എൻ്റെ സിനിമയാണ് കാണുന്നത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ, ഇതങ്ങനെ വലിയ സിനിമയൊന്നുമല്ല, എൻ്റെ ഫ്രണ്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. അവനൊരു സിനിമാ കമ്പക്കാരനാണ്. എന്നെങ്കിലും ഒരു വലിയ സിനിമ ചെയ്യണമെന്ന് അവന് ആഗ്രഹമുണ്ട്. എന്നാൽ താൻ വരൂ, നമുക്ക് കാണാം. ഇതിന് അധിക സമയം എടുക്കില്ല. ഇത് കണ്ടിട്ട് താൻ തൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് വിശാൽ പാർവതിയെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ലാപ്ടോപ്പ് തുറന്ന് സിനിമ കാണാൻ ശ്രമിക്കുന്നു. ആ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ബയോസ്കോപ്പിലൂടെ ഇന്നത്തെ സിനിമയുടെ കാഴ്ചകൾ പറയുന്ന ഒരു കഥയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി അവൻ അയച്ചു തന്നതല്ലേ ഇത്, എന്നാലും നമുക്ക് കണ്ടിരിക്കാം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എന്താ സാർ, എന്താ ഒരു പേര് പറഞ്ഞല്ലോ, ബയോസ്കോപ്പോ? എന്താണ് ബയോസ്കോപ്പ്? അത് പണ്ട് കാലത്ത് സിനിമ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി നടത്തിയിരുന്ന ഒരു പ്രൊജക്ടറാണ്. ഇതാണ് ബയോസ്കോപ്പ്. ഇതിലൂടെ ഫിലിം കടന്നു പോകുമ്പോൾ ഇതിൻ്റെ പ്രകാശത്തിൻ്റെ ശക്തിയോടെയാണ് ഫിലിം കാണാൻ സാധിക്കുന്നത്. പാർവതി മനസ്സിൽ വിചാരിക്കുന്നു, അപ്പോൾ നെഗറ്റീവിന് പിന്നിൽ ഇതുപോലെ പ്രകാശം കടത്തിവിട്ടാൽ അതിനുള്ളിൽ ഉള്ളത് എന്തായാലും നന്നായിട്ട് കാണാൻ സാധിക്കും. വിശാൽ സർ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പാർവതി പോകുന്നുണ്ട്. ഇതേ സമയം പ്രതാപൻ ആ സ്റ്റെപ്പിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് എണ്ണ എടുത്തൊഴിക്കുന്നുണ്ട്. ഇന്നെൻ്റെ പ്ലാൻ വിജയിച്ചിരിക്കുമെന്ന് പ്രതാപൻ വിചാരിക്കുന്നു. പാർവതി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. പ്രതാപൻ ഒഴിച്ച എണ്ണയിൽ കൂടെ പ്രഭാവതി ആ സ്റ്റെപ്പ് വഴിയായിരുന്നു ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ ആ എണ്ണയിൽ ചവിട്ടി വീഴുകയാണ് പ്രഭാവതി. പെട്ടെന്ന് വിശാൽ വന്ന് പ്രഭാവതിയെ താങ്ങി എണീപ്പിക്കുന്നുണ്ട്. ജാസ്മിനും ഗാർഗിയും അമ്മ എന്ന് പറഞ്ഞ് ഓടി അവിടെ എത്തി. എന്താ അമ്മേ, എന്ത് പറ്റി എനിക്ക് വിശാൽ ചോദിക്കുന്നു. കാലുവെഴുതി വീണതാണ്, സ്റ്റെപ്പിൽ ആരോ എണ്ണ ഒഴിച്ചിരിക്കുകയാണ് എന്നെ പ്രഭാവതി പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആരാ സ്റ്റെപ്പിൽ എണ്ണ എടുത്ത് ഒഴിക്കുന്നതെന്ന് ഗാർഗി ചോദിക്കുന്നു. നീ എന്തിനാ എന്നെ നോക്കുന്നത് എന്ന് ജാസ്മിനെ നോക്കുകയാണ് ഗാർഗി. നീ എന്തിനാ എന്നെ നോക്കുന്നത്, ഞാനല്ല ഇത് ചെയ്തത് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. എന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഗാർഗി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. അമ്മേ, നല്ല പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത്തിരി പെയിൻ ഉണ്ട് എന്ന് പ്രഭാവതി. നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് വിശാൽ ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല മോനെ, കുറച്ച് കഴിയുമ്പോൾ താനെ ശരിയായിക്കോളുമെന്ന് പ്രഭാവതി പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ നിർബന്ധിക്കുകയാണ് വിശാൽ. ആ സമയം ആ ഫിലിമുമായി പാർവതി വിശാലിൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. വിശാലിൻ്റെ ആ മെഷയിൽ നിന്നും ഒരു ടോർച്ച് എടുക്കുകയാണ്. ടോർച്ച് അടിച്ചതിന് ശേഷം ആ ഫിലിമിലുള്ളത് എന്താണെന്ന് പാർവതി മനസ്സിലാക്കി. അത് പ്രഭാവതിയുടെയും ശേഖറിൻ്റെയും വിവാഹ ഫോട്ടോ തന്നെയാണ്. അത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. വീണ്ടും ഒന്നും കൂടി ഉറപ്പിക്കാനായി ഒന്നുകൂടി ഫോട്ടോ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട്. ഈ സമയം പ്രഭാവതി നല്ല വേദനയുണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും പ്രഭാവതിയെ നിർബന്ധിക്കുകയാണ് വിശാൽ. വേണ്ട മോനെ, നീ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാൽ മാത്രം മതി, എൻ്റെ വേദന മാറിക്കോളൂ എന്ന് പ്രഭാവതി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം അമ്മയുടെ കാലൊന്ന് തിരുമ്മി കൊടുക്കാൻ ഗാർഗിയോടും ജാസ്മിനോടും പറയുകയാണ് വിശാൽ. അങ്ങനെ പ്രഭാവതിയുടെ കാല് തടവി കൊടുക്കുന്നുണ്ട്. ഈ സമയം പ്രതാപൻ വിചാരിക്കുന്നു, ആ നെഗറ്റീവ് പാർവതി കാണുന്നതിന് മുമ്പ് തന്നെ നെഗറ്റീവ് തട്ടിയെടുക്കണം. എന്നാൽ പാർവതി ആ നെഗറ്റീവ് കണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പ്രഭാവതി അമ്മയുടെ മുൻ ഭർത്താവ്. ഇത് തെളിവോടെ പറഞ്ഞാൽ വിശാൽ സാറ് വിശ്വസിക്കുമോ? ഇദ്ദേഹം പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവാണെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ഇദ്ദേഹം കൊല്ലാൻ ശ്രമിക്കുന്നത്? എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ശത്രുത? എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം എന്നൊക്കെ പാർവതി ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. തുടർന്ന് പാർവതി ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് പ്രഭാവതിയുടെ കാല് തിരുമുന്നത് കാണുന്നത്. അയ്യോ, ഇതെന്ത് പറ്റി, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ച് പാർവതി വന്നപ്പോൾ അമ്മ പടിയിൽ നിന്നൊന്ന് സ്ലിപ്പായെന്ന് വിശാൽ പറയുന്നു. പാർവതിക്ക് മർമ്മ ചികിത്സ അറിയാവുന്നതല്ലേ, താൻ അമ്മയുടെ കാലെന്ന് നോക്കിക്കേ, എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്ക്, മരുന്ന് എന്തെങ്കിലും വേണ്ടി വരുമെങ്കിൽ പുരട്ടി കൊടുക്കുക എന്നൊക്കെ വിശാൽ പാർവതിയോട് പറയുന്നു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പാർവതി അവിടെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പ്രഭാവതിയുടെ കാൽ തിരുമ്മി കൊടുത്തു. ഈ സമയം ആ മുറിയിലേക്ക് കയറാൻ കണ്ണ് കാണിക്കുകയാണ് പ്രഭാവതി പ്രതാപനെ. ഇത് വെറുതെ തിരുമാതെ തൈലമിട്ടിട്ട് തിരുവണം എന്ന് പാർവതി പറഞ്ഞപ്പോൾ പാർവതി അവിടെ ഇരുന്നോളൂ, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രതാപൻ പോകുന്നുണ്ട്. മുറിയിലേക്ക് പോയ പ്രതാപൻ അവിടെ ഇരുന്ന ടോർച്ച് കാണുന്നു. അത് അടിച്ചു നോക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് മുറി അടച്ച് കുറ്റിയിടുകയാണ്. ശേഷം എല്ലായിടത്തും ആ നെഗറ്റീവ് അന്വേഷിക്കുകയാണ് പ്രതാപൻ. പിന്നെ ടോർച്ച് എടുത്തിട്ട്
ചെറിയ ആ മേശ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തിരിക്കുന്നു നെഗറ്റീവ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രതാപൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.